ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ദേശീയതലത്തിൽ നിന്ന് വരുന്നത്. അത് വരുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ഇന്ന് ആദ്യം നൽകിയിരുന്നു. അത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഉത്തരാഖണ്ഡിലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടൊരു പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. മദ്രസകളിൽ ഇനി മുതൽ ശ്രീരാമന്റെ കഥ പഠിപ്പിക്കുമെന്നാണ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷദാബ് ഷംസ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വഖഫ് ബോർഡിന് കീഴിൽ 117 മദ്രസകളാണ് ഉത്തരാഖണ്ഡിലുള്ളത്. ഉധം സിംഗ് നഗർ, ഹരിദ്വാർ, ഡെറാഡൂൺ, നൈനിറ്റാൾ ഇവിടങ്ങളിലെല്ലാം മുഹമ്മദ് നബിയുടെ ജീവിതകഥയ്ക്കൊപ്പം തന്നെ ശ്രീരാമൻ്റെയും ജീവിതകഥ പഠിപ്പിക്കും. കാരണം ശ്രീരാമൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ അറിഞ്ഞു വേണം മുൻപോട്ട് വളരുവാനെന്നും ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ പറയുന്നു. ഒപ്പം തന്നെ മുസ്ലിം പുരോഹിതന്മാരുടെ അനുമതി ഇതിനുണ്ട് എന്നും കൂടി പറയുന്നു. ഒപ്പം തന്നെ ശ്രദ്ധേയമായ ചില പ്രസ്താവനകളൂടി ഈ വഖഫ് ബോർഡ് ചെയർമാൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തങ്ങൾ അറബികളോ മംഗോളിയരോ ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനികളോ അല്ല, ഈ ഹിന്ദുസ്ഥാൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന ഹിന്ദുസ്ഥാനിലെ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട തങ്ങളുടെ കടമയാണ്. ആ പാത പിന്തുടരാൻ എല്ലാവരും പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അച്ഛൻ്റെ വാക്ക് കേട്ട് വനവാസത്തിന് പോയ ഉത്തമ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ്റെ പാതകൾ പിന്തുടരുകയും അല്ലെങ്കിൽ ശ്രീരാമൻ്റെ മൂല്യമാണ് കുട്ടികൾ പഠിക്കേണ്ടത്, അല്ലാതെ അച്ഛൻ്റെ കഴുത്തറത്ത് അധികാരം പിടിച്ച വ്യക്തിയുടേതല്ല എന്ന് പറയുമ്പോൾ ആ ഔറംഗസീബിനെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വ്യക്തം. ഏതായാലും പുതിയൊരു നീക്കം, നല്ലൊരു നീക്കം എന്ന് പറയുന്നത്. കാരണം മതപാഠശാലകൾ മറ്റു മതങ്ങളെക്കുറിച്ച് കൂടി പഠിപ്പിക്കാനായാൽ, നമുക്ക് ആ മതങ്ങളെ കൂടി മനസ്സിലാക്കാനായാൽ മതസൗഹാർദ്ദം അതിൻ്റെ യഥാർത്ഥ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുമെന്ന് നമുക്ക് കരുതാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.